ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. മാമ മാഫിയ മാമ സ്റ്റോറിയിട്ട് പോവാം. ആ അമ്മ പ്രിയ ഓടിയതല്ലേ നിൽക്ക് അമ്മ, ഞാൻ ഓടിപ്പോവാം. പ്രിയ കുടുകൂട് ഓടിപ്പോയി. അമ്മ എന്താ പറ്റി പ്രിയ? ഓ എവിടേക്കമ്മ ഓടുന്നത്? പ്രിയ എങ്ങോട്ടാമ്മ നീ ഓടുന്നത്? ഇല്ല അമ്മ, ഞാൻ മാമനെ വിളിക്കാൻ പോവാം. അങ്ങനെ മാമ മാമ 7 പേര് നന്നായിട്ട് ഉറങ്ങായിരുന്നു. രാവിലെ മാമ എന്നും മാമനെ വിളിക്കായിരുന്നു. ജെന്നുവിൽ ഒരു ജെന്നുമേലെ കത്തി കയറി വിളിക്കുന്നു മാമ മാമ എന്ന്. ജെന്നു കണക്കുന്ന ഷോക്ക് ഇടി എന്ന് ഊന്തി ഇട്ടു. ഷുഗർ വിള അപ്പം ആരാ ഇത്? ഷോക്ക് ഈ ബാക്കിയുള്ള അടുത്ത് എന്താടാ മാമ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. അയ്യോ ഇവരുടെ ടോർച്ചർ. ശരിയമ്മ, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം. പോ ഡിന്നർ കഴിക്കും. ഓക്കെ മാമ എന്നാ ഓടിപ്പോയി. ഇപ്പം എന്താടാ ചെയ്യുക അറിയില്ലടാ, ഇവരോട് ടോർച്ച് സഹിക്കാൻ കഴിഞ്ഞില്ല. ഷുഗർ കോൾ വന്നു. ഹലോ ഓക്കെ ഓക്കെ എന്നാൽ ആ ഷുഗർ സംസാരിച്ചു. ആറാം നടന്നവരോട്ട് പറഞ്ഞു. ശരി ഓക്കെ എല്ലാവരും പാക്കപ്പ് ചെയ്യണം, മനസ്സിലായോ? ശരിടാ, ഇപ്പോഴല്ലടാ നമുക്ക് ടൈമുണ്ട്, നമുക്ക് സ്കൂളിൽ പോയിട്ട് വരാം. ശരി ഓക്കെ ആറാം പറഞ്ഞു. എല്ലാം പാക്കപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇരുന്ന് യൂസ് ചെയ്യാം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് പോവാം എന്ന് ആറാം പറഞ്ഞു. ശരി നമുക്ക് കുറച്ച് പ്രോജക്റ്റ് ഉണ്ട്, അത് ചെയ്ത് നമുക്ക് പോവാം, പറന്ന് പോവാം എന്ന് ആറാം പറഞ്ഞു. ശരി ഓക്കെ ഡാ എന്ന് പറഞ്ഞു. എല്ലാം റെഡി ആയിട്ട് വന്നു. പിറ്റേ റെഡിയായി. ആറും ഫുഡ് കഴിക്കില്ലടാ. ഇല്ല അക്ക വേണ്ട, ഞങ്ങൾ ഫുഡ് പിന്നെ കഴിച്ചോളാം. ഇല്ലടാ ഡിന്നർ കഴിച്ചിട്ട് പോടാ. ശരിയാ ഞങ്ങൾ എല്ലാ 7 പേരും ഡിന്നർ കഴിച്ചു റെഡിയായി. അവർ കാറിൽ പോകാൻ തുടങ്ങി. ഹീറോയി പറയുന്നത് എല്ലാവരും പോവായിരുന്നു, തനിയെ തന്നെ പോവായിരുന്നു. ഹീറോയ്ക്ക് ചെന്മാ പോയല്ലോ. ബാക്കി ജങ്കുക്ക് മാത്രം കുറച്ച് ലേറ്റായിരുന്നു. ജങ്കുക്ക് പോകുമ്പോൾ ജങ്കുക്ക് മാമ എന്തമ്മ പ്ലീസ് ജങ്കുക്ക് മാമ എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന സ്കൂൾക്കല്ലേ നിങ്ങൾ 7 പേർ പോകുന്നത്? അയ്യോ സ്കൂൾ കാണും. ശരി വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ ജങ്കുക്ക് വണ്ടിയിലിട്ടിട്ട് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. ശരി ഇനി പഠിക്കണം. അങ്ങനെ ജങ്കുക്ക് ഓഫീസ് റൂമിൽ വന്നു. എല്ലാവരും ടെൻഷനിലായിരുന്നു. എന്താടാ അവിടുത്തെ ഒരു പ്രിൻസിപ്പളോട് പറയാൻ തുടങ്ങി. പ്രിൻസിപ്പൽ സർ അല്ലടാ ഇനി ഇപ്പോൾ നീ ഇത് നന്നായിട്ട് സ്കൂൾ നന്നായിട്ട് നോക്കും പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പ്രിൻസിപ്പൽ ശരി സാർ എന്ന് പറഞ്ഞു. ഓക്കെ പ്രിൻസിപ്പൽ ഹീറോയിൻ്റെ മമ്മി വന്നു. എന്താടാ ഇനി നിങ്ങളാണ് ഇവിടുത്തെ ഇത് എവരാണ് ഇനി നിങ്ങൾ ഇത് സ്കൂളിലത്തെ ചെയർമാൻ, മനസ്സിലായില്ലേ? ശരി പ്രിൻസിപ്പൾ പറഞ്ഞു. ശരി ഓക്കെ അങ്ങനെ 7 പേർ റെഡിയായി പോകാൻ തുടങ്ങി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർ ഭയങ്കര ബിസി ആയിരുന്നു. അവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, എന്നിട്ട് നോക്കാൻ വന്നായിരുന്നു. ശരിടാ നമുക്ക് ടെസ്റ്റ് ആവാൻ ഫുള്ള് പ്ലാൻ ചെയ്യും. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അവർ കൊറിയൊക്കെ പോകുന്നതെല്ലാം റെഡി ആയിരുന്നു. മാമ എന്താടാ മാമ എന്താടാ ഇപ്പം എന്താടാ ഡാഡി മാമ എവിടെ? എൻ്റെ അമ്മയുടെ വെക്ക്. അമ്മ മാമ എവിടെ? നീ ടോർച്ചർ ചെയ്ത് മാമ ഓടിപ്പോയി. എന്താ പറഞ്ഞു? അതടി അവൻ പോയിട്ട് കുറേ നേരമായി. ഇവൻ ഫ്ലൈറ്റ് ഇരിക്കും. 3 മണിക്കാണ് പോയത്. 3 മണിക്ക് മാമ പോയോ? പോയിടി. ഇപ്പം എന്താ ടെൻഷൻ? ഹീറോയ്ക്ക് സാഡായിരുന്നു. നീ എന്നീ മാമനെ വെച്ച് ഡെയിലി ടോർച്ചർ ചെയ്യുക, അതുകൊണ്ട് മാമക്ക് ടെൻഷനായി. അങ്ങനെ മാമ പോയി. അമ്മ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മാമ പോയി. ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ഇപ്പോൾ നിനക്ക് 15 വയസ്സാണ്, പഠിക്കുന്ന പ്രായം, പഠിപ്പോ. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അമ്മ മരട്ടായിരുന്നു, വേറെ വഴിയില്ല. മാമ നല്ല കെയറിങ് നോക്കുക. പഠിപ്പിച്ചിൽ ഹീറോയി സാഡായി. മച്ചി എന്ത് പറ്റി? റോസ് ചോദിച്ചു. പ്രിയ എന്തടി പറ്റി? ഇല്ലടി മാമ കുറേയൊക്കെ പോയിടി, അതൊക്കെ ഇപ്പം എന്ത് ചെയ്യാൻ അറിയില്ലടി. അയ്യോ പറഞ്ഞു വെക്കടി, ഇങ്ങനെ ടെൻഷനായേ പറ്റുമോ? പിന്നെ എന്തടി ചെയ്യാ, മാമക്ക് എന്നെ ഇഷ്ടമില്ലാതോ? അയ്യോ നീ ഇപ്പോൾ ഇപ്പം നമുക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് വയസ്സ് നടന്നില്ലല്ലോ മച്ചി. മച്ചി അതടി ഇപ്പം നമുക്ക് 17 വയസ്സാണ്, അതുകൊണ്ട് നീ ഇപ്പം ടെൻഷനൊന്നും വെക്കണ്ടടി. ശരിടി വാ നമുക്ക് ലേറ്റായി. അങ്ങനെ ക്ലാസ്സിൽ പോയി. +2 ആണ് ഹീറോയി പഠിക്കുന്നത്. +2 നന്നായിട്ട് പഠിക്കുമായിരുന്നു. നെക്സ്റ്റ് കോളേജാണ്. ഹീറോയി പറയാൻ തുടങ്ങി. മച്ചി നെക്സ്റ്റ് നമ്മൾ കോളേജിലേക്കല്ലേ പോകുന്നത്? അതെ ശരി നമുക്ക് കോളേജിൽ പോവാം. പിറ്റേഴ്സ് മെമ്പർ അവർ കൊറിയയിൽ
കൊറിയയിൽ സെറ്റിലായിരുന്നു. ഹീറോയിൻ മാത്രം അവർ അങ്ങോട്ട് വരുന്ന ടെൻഷനായിരുന്നു. വന്നാൽ ശരിയാവില്ല, അവൾ നമ്മളെ മേലെ ഇരുന്ന് ടോർച്ച് ചെയ്യും. അങ്ങനെ ഇവർക്കുറിച്ച് അവിടെ ബിസിനസ് നല്ല ലെവലിലെത്തി നല്ല ഫേമസ് ആകുമ്പോഴായിരുന്നു ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാമ ഐ മിസ് യു മാമ എന്ന് സാഡായിട്ട് ഹീറോയി ഫോട്ടോ നോക്കി സാഡായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുന്നതാണ് ഈ ഹീറോയി. ഇപ്പോൾ കോളേജ് ഫസ്റ്റ് ഡേ കോളേജാണ്. അമ്മ എന്തിട്ട് പ്രിയ? അമ്മ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ കോളേജ് അമ്മ. അതൊക്കെ ഞാൻ റെഡി ആവാമോ അമ്മ? ഞാൻ പോവാണ്. ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്യാനമ്മ? വേണ്ട ഡാഡി, ഞാൻ റോസി കൂടെ പോവാം. ശരി ഓക്കെ. ഫുഡ് ഡിന്നറെന്ന് കഴിക്കോളൂ. ശരി ഡാഡി. ഇന്നാ എന്നെ ഡാഡി ഇത് നിനക്ക് ഫുഡ് കഴിക്കോ മേങ്ങിയിട്ട്, മനസ്സിലായോ? അതൊക്കെ അമ്മ ഡാഡ്. അല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേങ്ങിയിട്ട് ഫുഡ് ചോക്ലേറ്റ് അത് ഇത് മേങ്ങിക്കോ. ടിഫിൻ അമ്മ തരൂലേ? ശരി അമ്മ. ഇതാണ് നിനക്ക്. എന്താ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഡാൻസ് മോം. ശരി ഓക്കെ പോയിക്കോ. പ്രിയൊക്കെ ഭയങ്കര ഹാപ്പിയായി. റോസി അവിടെ വെയിറ്റ് ചെയ്യാം. റോസി എൻ്റെ മച്ചിയും നീ റെഡിയായോ? റെഡിയായി. വാവ് ഏറ്റ ബ്യൂട്ടിഫുൾ സ്കൂട്ടി. അങ്ങനെ റോസി ചോദിച്ചു. വാവ് നന്നായിട്ടുണ്ട് റോസി കൂട്ടി. സ്കൂട്ടി ഫുൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം മച്ചി സ്കൂട്ടി ഞാൻ ഡ്രൈവിങ് ചെയ്യാൻ പഠിച്ചു. അത് മാത്രമല്ല എനിക്ക് ലൈസൻസ് കിട്ടി. ഇപ്പം നമുക്ക് 18 വയസ്സായി. അതറിയോ? അതെ. അങ്ങനെ റോസി വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഹീറോയി വണ്ടിയിൽ കയറി. വാവ് റോസി നന്നായിട്ടുണ്ടല്ലോ റോസി. അതെ. റോസി വണ്ടിയിൽ കയറി. രണ്ടുപേരും ജോലിയെ പാട്ട് പാടി ഇങ്ങനെ വണ്ടിയിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഞാനും രണ്ടുപേരും സ്റ്റാപ്പിക് ജാമായി. മച്ചി ഇപ്പോൾ കോളേജ് തുടങ്ങണ്ടേ? ഇല്ലടി ലേറ്റായിട്ട്. ഇപ്പോൾ കുറച്ച് നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് പോകുന്നതാ. എന്തടി പോലീസ് സ്റ്റോപ്പായി പറഞ്ഞത്? നിൽക്കുമാ നിന്നു. അമ്മ അങ്ങനെയല്ല ചക്ക. ലൈസൻസ് ബുക്ക് അത് ഇത് തരാൻ പറഞ്ഞു പോലീസ്. അത് ലൈസൻസ് ബുക്ക് തരാണ് പോലീസ് പറഞ്ഞു. അങ്ങനെ റോസി ദാസർ ഇതെൻ്റെ ലൈസൻസ് ഇതെൻ്റെ ശരി പോലീസ് ധരിക്കുക. ഇവളെ പറ്റിച്ചിട്ട് 1000 രൂപ മേങ്ങ.